ജാർഖണ്ഡിലേക്കാണ് പോകുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യയും ഡൽഹിയിൽ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ജാർഖണ്ഡിലെ JMM മഹാസഖ്യവുമായി ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പിണക്കങ്ങളാണ് ഇതിന് കാരണമെന്നും ജാർഖണ്ഡിൽ NDA നയിക്കുന്നൊരു സർക്കാർ വന്നേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൻ്റെ ഒരു സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രമോദ് സർ, നമുക്കറിയാം ഹേമന്ത് സോറൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തിയ കലഹമുണ്ട്. അവരാവശ്യപ്പെട്ട സീറ്റ് കൊടുക്കാതിരുന്നത് അതവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഹേമന്ത് സോറൻ്റെ ഈ മനംമാറ്റത്തിന് പിന്നിൽ ED എടുത്ത കേസുകൾ കൂടി ഉണ്ടെന്നാണ്. നിലവിലിപ്പോൾ അമിത്ഷാ ജാർഖണ്ഡ് ഗവർണറെ കണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിനെ കാണുന്നത്? അല്ല, അത് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ട് എന്നതിലുപരി അതിന് കുറച്ചൊരു ദീർഘമായൊരു ചരിത്രം കൂടിയുള്ള ഒരു സംഗതിയാണ്. JMM എന്ന പാർട്ടിയുടെ രൂപീകരണവും ആ പാർട്ടി ഇപ്പോൾ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണ ഘട്ടം തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഗോത്രവർഗ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനവും ഭരണാധികാരവും ഒക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്ടൊക്കെ ഈ മെയിൻ സ്ട്രീം പാർട്ടികൾ, ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP, ഇവരുമായിട്ട് ബാർഗെയിൻ ചെയ്തും അവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെയുള്ള ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അതിന് പല ഘട്ടങ്ങളുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ JMM കോഴ കേസ് എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമായ കേസുണ്ട്. നരസിംഹറാവു ഗവൺമെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി റാവു സർക്കാരിനെതിരെ വന്ന അവിശ്വാസ പ്രമേയം തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വലിയ തുക കൈപ്പറ്റിക്കൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് JMM അംഗങ്ങൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന കേസ്. അത് പിന്നീട് CBI അന്വേഷിച്ച ആ കേസിൽ എത്തിയപ്പോൾ അവസാനം അത് പാർലമെൻ്ററി പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർക്ക് 105 പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി സുപ്രീം കോടതി കേസ് റദ്ദാക്കുകയാണ് ഫലത്തിൽ ചെയ്തത്. പക്ഷേ എന്നാലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പബ്ലിക് മെമ്മറിയിൽ JMM-നെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേസായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറപ്ഷനും അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ബാർഗെയിനിങ്ങും ഒക്കെ, അത് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള തരത്തിലുള്ള ബാർഗെയിനിങ്ങും ഒക്കെ എന്നും കറ പതിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് JMM എന്ന് പറയുന്നത്. അതിൻ്റെ നേതാക്കളൊക്കെ ഇപ്പോൾ ഷിബു സോറനായിരുന്നാലും, തുടക്കത്തിൽ ഷിബു സോറനാണ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഹേമന്ത് സോറനായിരുന്നാലും ഇതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കച്ചവടങ്ങളുടെ ആ ഒരു എന്താ പറയുക അധികാരത്തിന് വേണ്ടിയുള്ള ഈ കൊള്ളക്കൊടുക്കുകളുടെ ഒരു പാർട്ടിയാണ് അത്. ഇപ്പോൾ 2010 തൊട്ട് 2014 വരെ BJP-യുമായി തന്നെ ഇവർ ചേർന്ന് അവിടെ ഭരിച്ച സമയമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ആദ്യം JMM ആയിരുന്നു, JMM-ന്റെ മുഖ്യമന്ത്രി ഷിബു സോറനായിരുന്നു. ഷിബു സോറനുള്ള പിന്തുണ പിൻവലിക്കുന്നു BJP-യുടെ അർജുൻ മുണ്ട മുഖ്യമന്ത്രിയായിട്ട്, ഷിബു സോറൻ ഉപമുഖ്യമന്ത്രിയായിട്ട്, പിന്നെ വേറൊരു സർക്കാർ വരുന്നു. അപ്പോൾ ആ ചുരുങ്ങിയ കാലം കൊണ്ട് 4 വർഷം കൊണ്ട് തന്നെ 2 സർക്കാർ വരികയും അന്യോന്യം പാലം വലിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് കോൺഗ്രസുമായിട്ടാണ് അവർ സഖ്യമുണ്ടാക്കിയത്, അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി മാറി നിന്നിട്ട് ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എത്തിയ സമയത്ത് കോൺഗ്രസുമായിട്ടും അവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള വിലപേശലിലേക്ക് പോകേണ്ടി വന്നു. ബീഹാറിൽ അവർക്ക് സീറ്റ് കൊടുത്തില്ല, അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം, അതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഒരു ശക്തമായ സർക്കാർ തന്നെയാണുള്ളത്. 56 സീറ്റുണ്ട്, 81 അംഗ നിയമസഭയിൽ. ഈ 56 സീറ്റ് ഭരിക്കുന്നതിനാവശ്യമായ 41-നേക്കാൾ എത്രയോ അധികമാണ്. എന്നിട്ടും അവിടെ ഒരു മാറ്റം വരുന്നു. എന്തിനാണ്? സാധാരണത്തിൽ നമുക്കറിയാം, ഒരു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു മറ്റു പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭരണം തുടരാൻ ശ്രമിക്കുക. ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. സുശക്തമായൊരു സർക്കാർ നിൽക്കെ തന്നെ പ്രതിപക്ഷത്തുള്ള BJP-യെ കൂട്ടുപിടിച്ച് അങ്ങോട്ട് മാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമായ എന്തെങ്കിലും അനിശ്ചിതത്വമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയോ അല്ല അതിൻ്റെ കാരണം എന്നുള്ളതാണ്. JMM-ന്റെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനും ഭാര്യയും പോയി ചർച്ച നടത്താനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് 2 കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം ഈ സ്കാം തന്നെയാണ്, ലാൻഡ് സ്കാം തന്നെയാണ്. ഹേമന്ത് സോറനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 256 കോടിയുടെ കേസാണ് അതെന്ന് പറയുന്നത്, ഭൂമി ഇടപാട് കേസാണ്. അതിൽ മാത്രമല്ല റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ 36 ലക്ഷം രൂപ കയ്യോടെ പിടികൂടുകയും അതുപോലെ തന്നെ മറ്റു പല തെളിവുകളും ശേഖരിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ജനുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ജാമ്യത്തിലാണിപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ളത് കാണണം. അപ്പോൾ ആ ഒരു സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. അതിന് ഇതുവരെ ചേർത്തത്
അത് രാഷ്ട്രീയമായ കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങോട്ട് അത് നിൽക്കില്ല എന്ന തോന്നലിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. ഇനി അത് അങ്ങനെ നിൽക്കണമെന്നില്ല. വീണ്ടും ഒരുപക്ഷെ ആ കേസ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ബാധിക്കുന്ന ഒരു നിലയിലേക്ക് വരാനുള്ള സാധ്യതയാണ്. നമ്മൾ BJP സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല തവണയായി കണ്ടിട്ടുള്ള അതേ പ്രാക്ടീസ്, അതായത് ED കൊണ്ട് കേസെടുപ്പിച്ച് ആ കേസിനെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി കീഴടക്കുക എന്ന അതേ തന്ത്രം അമിത്ഷാ പ്രയോഗിക്കുന്നു. ആ തന്ത്രത്തിൽ ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും വീഴുകയാണ്, ഹേമന്ത് സോറനും വീഴുകയാണ്. പക്ഷേ ഇത് കൂടാതെ ഒരു കാര്യം കൂടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രിമാർ 31 ദിവസത്തിനുള്ളിൽ അവർ രാജിവെച്ചിരിക്കണം എന്നുള്ള ബില്ല് പാസ്സാക്കുകയും അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഹേമന്ത് സോറൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബില്ലിൻ്റെ ഭാവി, ആ ബില്ല് നിയമമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ അത് കാര്യമായി തന്നെ ഹേമന്ത് സോറനെ ബാധിക്കാനുള്ള ഒരു സംഗതിയും കൂടി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്തായാലും ഇതും കൂടി അതിനൊരു കാരണമായിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ സ്വന്തം താല്പര്യം കൊണ്ട് മാത്രം, അല്ലാതെ രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥയോ ഭരണത്തിന് ഭീഷണിയോ ഒന്നും ഉണ്ടായിട്ടല്ല, സ്വന്തം കാര്യത്തിനും സ്വന്തം താല്പര്യത്തിനും വേണ്ടി, തൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യത്തിനും വേണ്ടി മാത്രം ഇപ്പോൾ ഹേമന്ത് സോറൻ JMMനെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പോവുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഹാഗത്ബന്ധന് വലിയ തിരിച്ചടിയാവുന്നു എന്നതിലുപരി രാഷ്ട്രീയത്തിൽ തന്നെ, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇനി ഒറ്റപ്പെട്ട് വരികയാണ് മഹാഗത്ബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയും കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് പ്രാദേശികമായി അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ മാത്രം കരുത്തുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ കൊണ്ട് ഒരിക്കലും ദേശീയ തലത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് വീണ്ടും മാറി വരികയാണ് ഇന്ത്യൻ രാഷ്ട്രീയമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം, തുടക്കത്തിലൊക്കെ കോൺഗ്രസിനെയൊക്കെ ചെറുക്കാൻ ഓരോരോ സംസ്ഥാനത്തുള്ള കരുത്തുള്ള പാർട്ടികൾ എന്നുള്ള നിലയിൽ അതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ സാധിക്കുന്നില്ല. അവരവരുടെ താല്പര്യങ്ങളെക്കാൾ വലുതായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഭീഷണി കൂടി അവർക്ക് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ RJD ഒരുപക്ഷെ അതിന് വഴങ്ങിയിട്ടില്ല, മുലായം വഴങ്ങിയിട്ടില്ല എന്നിരിക്കലും മറ്റു പല സ്ഥലങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. തെലുങ്ക് ദേശം തന്നെ നമുക്കറിയാം എത്ര കാലത്തിന് ശേഷമാണ് പിന്നീട് BJPയിലേക്ക് മാറിയതെന്നുള്ളത്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫാസിസത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ കലങ്ങിത്തെളിയലാണ്, അല്ലെങ്കിൽ കലങ്ങി മറിയലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണിപ്പോൾ ജാർഖണ്ഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകമായും ഹേമന്ത് സോറൻ്റെ ഈ പറയുന്ന സാമ്പത്തിക, അയാളുടെ വ്യക്തിപരമായ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗം എന്ന നിലയിൽ മാത്രമേ ഇപ്പോൾ നമുക്കതിനെ കാണാൻ കഴിയൂ. ജിംസ്, നിലവിൽ ബീഹാറിലെ ഏറ്റവും ഒരു തിരിച്ചടിയുണ്ട് മഹാസഖ്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്. അതോടൊപ്പം തന്നെ അവരോടൊപ്പമുള്ള കക്ഷികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. മറുവശത്ത് ബീഹാറിൽ NDA നടപ്പിലാക്കിയ കൂടുതൽ കക്ഷികളെ ചേർത്ത് പിടിച്ചിട്ട് അവർ നടപ്പിലാക്കിയെടുത്ത വലിയ വിജയമുണ്ട്. ആ വിജയത്തെക്കുറിച്ചിട്ട് ധാരാളം പരാതികളും ആരോപണങ്ങളും ഒക്കെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ബീഹാറിൽ കൂടിയിട്ട് വലിയൊരു തോൽവി നേരിട്ടത് കൂടിയിട്ട് ഹേമന്ത് സോറനെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ടാവില്ല, ഇനി വലിയ കാര്യമുണ്ടാകില്ല ഇവരോടൊപ്പം ചേർന്നില്ലെങ്കിൽ. അങ്ങനെയൊന്നുമല്ല. ഹേമന്ത് സോറൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അതായത് ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നതിന് മുമ്പും എപ്പോഴൊക്കെ ഈ കോൺഗ്രസിനോടൊപ്പം സഖ്യകക്ഷിയായിരുന്നു, അവർ കുറേ കൂടി അവരുടെ പാർട്ടി കുറേ കൂടി ഐഡിയോളജിക്കൽ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ BJP എതിർക്കുന്നു എന്നതിനെക്കുറിച്ച് ഹേമന്ത് സോറൻ വോക്കലാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ട്രൈബൽസും മൈനോറിറ്റീസുമാണ്. ഈ 2 വോട്ട് ബാങ്ക് JMMനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അപ്പോൾ ട്രൈബൽസ് ഒരിക്കലും, ജാർഖണ്ഡിലെ ട്രൈബൽസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു BJP അലയൻസിനെ ഇഷ്ടപ്പെടുന്നവരല്ല. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണം വെച്ചാൽ ജാർഖണ്ഡ് ഒരു മൈനിങ് ഫീൽഡാണ്. ഈ മൈനിങ് ഫീൽഡിൽ പ്രത്യേകിച്ച് മോദി സർക്കാർ വന്നതിന് ശേഷം കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നതും അവിടെയുള്ള പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്തുന്നതും അവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് അതിരൂക്ഷമായ വിമർശനമുണ്ട്. അതുകൊണ്ടാണ് ഇവർ JMMന് വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്താൽ മതിയല്ലോ. BJPക്ക് വോട്ട് ചെയ്താലും അവരെ സംബന്ധിച്ച് നല്ലതാണ്. ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ച് അവർ ഞങ്ങൾ ഭരിച്ചോട്ടെ അവർ തീരുമാനിക്കാൻ തന്നെ കാരണം ആ നയങ്ങളാണ്. മൈനോറിറ്റീസിന് BJPയോടുള്ള എതിർപ്പ് നമ്മൾ വേറെ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ അതിനെ അപകടത്തിലാക്കിക്കൊണ്ട്, സ്വന്തം വോട്ട് ബാങ്ക് അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു NDA സഖ്യത്തിന് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, അതായത് ഇതൊരു തരം ഭീഷണിപ്പെടുത്തി തിരിച്ചെടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് JMMനെ മാത്രമല്ല നടത്തിയെടുക്കുന്നത്. JMM 43 സീറ്റിലാണ് കഴിഞ്ഞാണ് ജയിച്ചത്, മത്സരിച്ചത് 34 ജയിച്ചു. അപ്പോൾ നല്ല സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് JMM എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിൽ. നിങ്ങൾ പോരുമ്പോൾ 11 കോൺഗ്രസ് MLAമാരെ കൂടി അടർത്തിയെടുക്കുമെന്നാണ് വാക്ക് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാണ് ചെയ്യുന്നത്?
ജെ.എം.എമ്മിന് മാത്രം വിളിച്ചാൽ പോലും ജെ.എം.എമ്മും ഈ 11 ഇല്ലാതെ ജെ.എം.എമ്മും BJP ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഭരിക്കാം. എന്തിനാ ഈ കോൺഗ്രസിൻ്റെ 11 കൂടി അടർത്തിയെടുക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് നീക്കമാണ്. അതായത് ഒരു സംസ്ഥാനം കൂടി ഇന്ത്യ സഖ്യത്തെ നഷ്ടപ്പെടുത്തുക, കോൺഗ്രസിനെ അവിടെ ശിഥിലമാക്കുക, ജെ.എം.എമ്മിനൊപ്പം നിർത്തുക എന്നുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് നീക്കം തന്നെയാണിത്. അതിനുള്ള ആയുധം നേരത്തെ പ്രൊമോ സാർ പറഞ്ഞു. ഒന്ന്, ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ രാജിവെക്കണം, പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള നിയമം വരാൻ പോവാണ്. അത് വെച്ചിട്ടുള്ള ഭീഷണി തന്നെയാണ്. പിന്നെ ജെ.എം.എം ഉൾപ്പെടെയുള്ള ഈ പ്രാദേശിക കക്ഷികളൊക്കെ അഴിമതിക്കാരാണ്, ഇവർ കുടുംബവാഴ്ചക്കാരാണ്. അതൊരു BJP നറേറ്റീവാണ്. അഴിമതി നടത്താത്ത ഏത് പാർട്ടി എവിടെയുള്ളത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതി നടത്താത്ത ഒരു പാർട്ടിയില്ല. ഒരു പാർട്ടിയും അഴിമതി നടത്താതിരിക്കുന്നില്ല. അഴിമതി നടത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. ഈ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ നിന്നൊരു കഥ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് 3ാം സീറ്റ് ചോദിക്കാത്തത്? കേരളത്തിൽ 2 പാർലമെൻറ്റ് സീറ്റല്ലേ ഉള്ളൂ, 3ാം സീറ്റ് ചോദിക്കാത്തത്? അതിനൊരു മുതിർന്ന മുസ്ലിം നേതാവ് കൊടുത്ത മറുപടി, ഓഫ് ദ റെക്കോർഡ് കൊടുത്ത മറുപടി, പൈസ വേണ്ടേ മത്സരിക്കാൻ എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പൈസ എവിടെ നിന്നാണ് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുന്നത്? ഈ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വഴി വന്ന പണം. ഈ പണമൊന്നും അല്ല. അതല്ലാതെ പണം വേണം തെരഞ്ഞെടുപ്പ് ചെയ്യുന്നതെങ്കിൽ. എന്ന് മാത്രമല്ല, കേരളത്തിൽ പോലും പണം വാങ്ങി വോട്ട് ചെയ്യുന്നൊരു സംസ്കാരം വളർന്നു വരികയാണ്. മോൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാണ്, അവൻ വേണമെങ്കിൽ വന്ന് വോട്ട് ചെയ്യും, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുത്തേക്ക് എന്ന് പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് ഈ ജെ.എം.എം പോലുള്ള പ്രാദേശിക പാർട്ടികളുടെ പ്രശ്നം. ഇപ്പോൾ ബി ജെ പി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ജെ.എം.എം എന്ന് പറയുമ്പോൾ അഴിമതി എന്ന് പബ്ലിക് മെമ്മറിയിൽ നിന്ന് സാർ പറഞ്ഞല്ലോ. BJP എന്ന് പറയുമ്പോൾ ആ മെമ്മറി ഉണ്ടോ? BJP എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് മനസ്സിൽ വരിക? ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി, ആളുകളെ തല്ലിക്കൊല്ലുന്ന പാർട്ടി, കലാപം ഉണ്ടാകുന്ന പാർട്ടി, വർഗീയത പറയുന്ന പാർട്ടി എന്നാണ്. അഴിമതി പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് വരാത്തത്? ഓൺ ദ റെക്കോർഡ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടിയാണ്, ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി നടത്തിയ പാർട്ടിയാണ് BJP. അത് പബ്ലിക് മെമ്മറിയില്ല. ജെ.എം.എമ്മിനെ പറ്റി പറയുമ്പോൾ പഴയ ജെ.എം.എം കോഴക്കേസാണ് നമ്മുടെ മെമ്മറിയിലുള്ളത്. അപ്പോൾ ഷിബു സോറാൻ്റെ വീട്ടിൽ നിന്ന് 36 ലക്ഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ 36 ലക്ഷമൊക്കെ ജെ.എം.എം പോലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെറിയ പൈസയാണ്. അയാൾ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അയാൾക്ക് കാശ് വേണം. അയാൾ അവിടെ മൈനിങ് നടന്നുകൊണ്ട് കാശ് വാങ്ങുന്നുണ്ടാവും, അയാളുടെ പാർട്ടി വാങ്ങുന്നുണ്ടാവും. അയാളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ അയാളാണ് ഫണ്ട് ചെയ്യുന്നത്, അയാളാണ് ആ പാർട്ടി നയിക്കുന്നത്. അപ്പോൾ അഴിമതിയെ നമ്മൾ ഇപ്പോൾ ജെ.എം.എം അഴിമതി കാണിച്ചുകൊണ്ട് അവരെ BJP കൂട്ടാൻ പോകുന്നത് ആ പറയുന്നതിൽ കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതി ചെയ്യുന്നുണ്ട്. അഴിമതി മറച്ചു വയ്ക്കാൻ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുള്ള പാർട്ടികൾക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള പാർട്ടികൾ പോലും ED വേട്ടയാടുന്ന കാലമാണിത്. കേരളത്തിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ പാർട്ടി ഫണ്ടും അഴിമതി പണമൊക്കെ മറച്ചു വയ്ക്കാൻ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് പോലും ED വന്ന് പൊക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ജെ.എം.എമ്മിന് എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഭീഷണിപ്പെടുത്തി അവരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇപ്പോൾ അല്പം മുമ്പ് ജെ.എം.എമ്മിൻ്റെ പാർട്ടി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, സർ നഹി ജുഖേങ്കെ, തല കുനിക്കില്ല എന്നാണ്. കാരണം ഈ റൂമർ ഇന്നലെ മുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ ആ റൂമർ അവരുടെ പാർട്ടി പ്രവർത്തകർക്കും അവരുടെ വോട്ടർമാർക്കും ഉണ്ടാക്കുന്ന അങ്കലാപ്പ് ചില്ലറയല്ല, അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണത്. ഞങ്ങൾ തല കുനിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ BJPക്ക് അടിയറ പറയുന്ന ജെ.എം.എം അവിടെ തൂഫാനാണ്. ബീഹാറിൽ JDUവിന് എന്താണോ സംഭവിച്ചത് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഇനി മുമ്പത്തെ കാര്യമില്ല. മുമ്പ് അവർ കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് BJP ദുർബലമായിരുന്നു. മോദി വന്നതിന് ശേഷം ജെ.എം.എം NDAയുടെ സഖ്യകക്ഷിയാവുകയാണെങ്കിൽ ബീഹാറിൽ JDUവിന് എന്താണോ സംഭവിച്ചത്, ബീഹാറിൽ നിതീഷ് കുമാർ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ അവസ്ഥ തന്നെ ജെ.എം.എമ്മിന് ജാർഖണ്ഡിലുണ്ടോ?